ജനങ്ങൾ ഒരു കൃത്യമായ മാറ്റം ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ മൂന്ന് കക്ഷികളും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് അങ്ങനെയാണ്. ഒരു വേവ് ലൈക്ക് ഫോർമേഷൻ ഉണ്ട് എങ്കിൽ അത് UDF അനുകൂല വേവ് ആകും. LDF അനുകൂല വേവ് വരണമെങ്കിൽ ഭരണത്തിന് അത്രയധികം മാർക്ക് ഇടേണ്ടി വരും. മധ്യ കേരളത്തിലെയും തെക്കൻ കേരളത്തിലെയും ഇപ്പോൾ BJPയുടെ സ്റ്റാർ മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ LDFന് ജയിച്ചു വരാമെന്നൊരു ചിന്തയാണ്. ജനപക്ഷപാതം അതിൻ്റെ ഏറ്റവും മോശപ്പെട്ട ലെവലിൽ എത്തി നിൽക്കുന്നു. ഒരു കോക്കസ് കോട്ടറി കൾച്ചറായി മാറുന്നു. CPM ഒരു ജെനുവിൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന ലേബൽ ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. സംഭവബഹുലമായ പ്രചാരണത്തിന് ശേഷമുള്ള വോട്ടിംഗ്, സാമാന്യം നല്ല പോളിംഗ് രേഖപ്പെടുത്തുമ്പോൾ എല്ലാവരും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. LDF ആയാലും UDF ആയാലും NDA ആയാലും തങ്ങൾക്ക് മികച്ച വിജയം നേടാൻ സാധിക്കും. LDF പറയുന്നു ഭരണ തുടർച്ചയുണ്ടാകുമെന്ന്, UDF പറയുന്നു പിണറായിയെ തൂത്തെറിഞ്ഞ് UDFനെ അധികാരത്തിൽ കൊണ്ടുവരും ജനങ്ങൾ എന്നാണ്. തങ്ങൾ നിർണായക ശക്തിയാകുമെന്നാണ് BJPയുടെ അവകാശവാദം. ഒരു തൂക്കുസഭയും BJP നേതാക്കൾ പ്രവചിക്കുന്നുണ്ട്. പരിശോധിക്കാം നമുക്ക് ഈ പോളിംഗ് ആർക്ക് അനുകൂലമാകും. കേരളത്തിലൊരു തരംഗമുണ്ടോ, അതോ ഭരണ തുടർച്ചയ്ക്കുള്ള സാഹചര്യമാണോ നിലനിൽക്കുന്നത്? ഇപ്പോഴത്തെ സൂചനയിൽ നിന്ന് നമുക്ക് നടത്താൻ സാധിക്കുന്ന നിരീക്ഷണം. നമ്മോടൊപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ മോഹൻ വർഗീസ്. നമസ്കാരം സാർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. സാറിന് എന്ത് തോന്നുന്നു? വളരെ ശക്തമായ പോളിംഗ്, രാവിലെ മുതൽ തന്നെ പോളിംഗ് സ്റ്റേഷനിലൊക്കെ നല്ല ആളുണ്ടായിരുന്നു. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം ആ ഒരു സ്പീഡിലേക്ക് പോളിംഗ് ഉയർന്നിട്ടും ഇല്ല. എനിക്ക് ഉറപ്പിച്ചവരൊക്കെ തന്നെ ഉച്ചയ്ക്ക് മുൻപ് വോട്ട് ചെയ്തു. എന്ത് തോന്നുന്നു? ഈ കോലാഹലം, വിവാദം, ആരോപണ പ്രത്യാരോപണം ഒക്കെ നിറഞ്ഞ സംഭവബഹുലമായ പ്രചാരണത്തിന് ശേഷമുള്ള ഈ പോളിങ്ങിനെ എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത്? ഈ ഹ്രസ്വമെങ്കിലും പ്രചണ്ഡമായ ഒരു പ്രചരണമാണ് രണ്ടര ആഴ്ച എല്ലാ കക്ഷികളും നടത്തിയത്. അപ്പം ആ ഒരു അർത്ഥത്തിൽ നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു വളരെ വലിയ ഒരു മനസ്സിൻ്റെ ചാഞ്ചാട്ടം നടക്കുന്ന രീതിയിൽ തന്നെയാണ് പ്രചരണം മുന്നോട്ട് പോയത്. ഭയങ്കര കൺഫ്യൂസ്ഡ് ആയ പോലെ, ടോട്ടലി കൺഫ്യൂസ്ഡ് ആണ്. അതായത് സാധാരണ രീതിയിൽ ഒരു ഫോർ റണ്ണർ ഉണ്ടാവും, ഇതൊരു ഫോർ റണ്ണർ ഇല്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് കൃത്യമായി UDF തന്നെയായിരുന്നു ഡ്രൈവർ സീറ്റിൽ. സംശയം ഇടതുപക്ഷം വളരെയധികം ബുദ്ധിമുട്ടുകളിലായിരുന്നു, ശബരിമല വിവാദം, മറ്റു വിവാദങ്ങൾ. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ UDFന് ശബരിമലയെക്കുറിച്ച് മിണ്ടാട്ടമില്ല, BJPക്ക് മിണ്ടാട്ടമില്ല. ആകെ പറയുന്നത് BJP CPM ഡീലിനെ കുറിച്ച് മാത്രമാണ്. പിന്നീട് രാഹുൽ ഗാന്ധി വന്ന് തട്ടി ഉണർത്തിയപ്പോഴാണ് വീണ്ടും ഒരിക്കൽ കൂടി ശബരിമല വിഷയമായി വന്നത്. പക്ഷേ അതിനുശേഷം കഴിഞ്ഞ 3-4 ദിവസങ്ങൾ വോട്ടെടുപ്പിൻ്റെ അന്നുൾപ്പെടെ ഇപ്പം ജസ്റ്റ് വോട്ടെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു, ശക്തമായ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിനർത്ഥം പ്രചരണ വിഷയങ്ങളിൽ ജനം ആകൃഷ്ടരായതാണോ, ഭരണവിരുദ്ധ വികാരമാണോ, ഭരണ അനുകൂല വികാരമാണോ, അതോ ജനങ്ങൾ ഒരു കൃത്യമായ മാറ്റം ആഗ്രഹിക്കുന്നു? അപ്പോൾ ഈ മൂന്ന് കക്ഷികളും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് അങ്ങനെയാണ്. BJP ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു, കാരണം ഒരു മാറ്റം, UDF മാറാത്തത് മാറും, അല്ല UDFും LDFും നിരന്തരം ഭരിക്കുകയാണ്. പക്ഷേ കൃത്യമായ ഭൂരിപക്ഷം ഭരിക്കാൻ ആവശ്യമായ 71 സ്വപ്നത്തിൽ പോലും BJP അല്ലെങ്കിൽ NDA പ്രതീക്ഷിക്കില്ലല്ലോ. പരമാവധി പറയുന്നത് രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ പറയുന്നത് ഒരു തൂക്കുസഭ വരും, അവിടെ BJP നിർണായക ശക്തിയാകും എന്ന് മാത്രമാണ് പറയുന്നത്. എത്ര സീറ്റ് എന്നതിനെക്കുറിച്ച് പറയുന്നില്ല. മുൻ BJP പ്രസിഡന്റ് K. സുരേന്ദ്രൻ 35 സീറ്റ് വരെ ലഭിക്കും, അങ്ങനെയെങ്കിൽ തങ്ങൾ ഭരിക്കും എന്ന് വരെ പറഞ്ഞു വെച്ചു. രാജീവ് ചന്ദ്രശേഖർ കുറച്ചുകൂടെ സൗമ്യമായ ഒരു മുഖമാണ്, കുറച്ചുകൂടെ സോബറായിട്ടാണ് പ്രതികരിച്ചത്. വലിയ അവകാശവാദങ്ങളൊന്നുമില്ല, പക്ഷേ ഏതാനും സീറ്റുകൾ ജയിക്കുമെന്ന ഒരു ആത്മവിശ്വാസം. ഇനി ഭരിക്കാൻ സാധ്യതയുള്ള UDF അല്ലെങ്കിൽ LDF രണ്ടു കൂട്ടരും ഒരുപോലെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. അതിൽ കൂടുതൽ ആത്മവിശ്വാസം എനിക്ക് തോന്നുന്നത് UDF പ്രകടിപ്പിക്കുന്നു എന്നാണ് തോന്നുന്നത്. കാരണം ഒരു വേവ് ലൈക്ക് ഫോർമേഷൻ ഉണ്ട് എങ്കിൽ അത് UDF അനുകൂല വേവ് ആകും. LDF അനുകൂല വേവ് വരണമെങ്കിൽ ഭരണത്തിന് അത്രയധികം മാർക്ക് ഇടേണ്ടി വരും. അത് നമുക്ക് ലോജിക്കലി പറയാനാവില്ലല്ലോ. 10 വർഷത്തെ ഭരണത്തിന് ശേഷം ഭരണ അനുകൂല തരംഗം എന്ന് പറയാനാവില്ല. പ്രത്യേകിച്ച് തരംഗം തുടങ്ങുന്നത് വടക്കൻ കേരളത്തിലായിരിക്കാം. അങ്ങനെയെങ്കിൽ മുസ്ലിം മേഖലയിൽ, മുസ്ലിം സ്വാധീന മേഖലയിൽ വലിയ തരംഗമുണ്ടാവുകയും ആ തരംഗത്തിൻ്റെ അലിയൊലികൾ മധ്യ കേരളത്തിലേക്ക് എത്തുകയും തെക്കൻ കേരളത്തിൽ വരുമ്പോൾ അത് ഫിസൽ ഔട്ട് ചെയ്യുകയും ചെയ്യുക വഴി ഒരു കംഫർട്ടബിൾ മാർജിനിൽ UDFന് ജയിച്ചു വരാമെന്നാണ് UDFൻ്റെ കേന്ദ്രങ്ങളുടെ വിലയിരുത്തൽ. LDF പറയുന്നത് അങ്ങനെയല്ല.
ഭരണവിരുദ്ധ വികാരം രണ്ടായി ചിതറും. UDF-ലേക്കും BJP-യിലേക്കും ചിതറുമ്പോൾ മധ്യ കേരളത്തിലെയും തെക്കൻ കേരളത്തിലെയും ഇപ്പോൾ BJP-യുടെ സ്റ്റാർ മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ LDF-ന് ജയിച്ചു വരാമെന്നൊരു ചിന്തയാണ്. അത് നേമത്ത് ആ ചിന്തയുണ്ട്, വട്ടിയൂർക്കാവിൽ ആ ചിന്തയുണ്ട്. അത് എത്രത്തോളം പ്രാവർത്തികമാകുമെന്നറിയില്ല. പക്ഷേ കഴക്കൂട്ടത്ത് കുറച്ചുകൂടി റിയലിസ്റ്റിക്കായ ചിന്തയുണ്ട്. അതുപോലെ പാലക്കാട് ഡീൽ ഓ നോ ഡീൽ, വലിയ പ്രതീക്ഷയാണ് BJP-ക്ക്. പക്ഷെ പാലക്കാട് ഇപ്പോൾ സംഭവിച്ച ഏറ്റവും അവസാനം കഴിഞ്ഞ ദിവസം സംഭവിച്ച നോട്ടിന് വോട്ട് വിവാദം, അപ്പോൾ അത് സത്യമാണെങ്കിലും ഊതിപ്പെരുപ്പിച്ചതാണെങ്കിലും ആകസ്മികമാണെങ്കിലും ശോഭാ സുരേന്ദ്രൻ അറിഞ്ഞുകൊണ്ടാണ് അത് ചെയ്തത് എന്നൊരു പ്രതീതി ജനിപ്പിക്കാൻ ഈ ഷോട്ട് എടുത്തവർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ആശയക്കുഴപ്പം ഉണ്ടായിട്ടുണ്ട്. അത് ക്ലാരിഫൈ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ പൂർണ്ണമായി ശോഭാ സുരേന്ദ്രൻ അത് ക്ലാരിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഇതൊരു പൊതുവേ നമുക്കറിയാമല്ലോ, തിരഞ്ഞെടുപ്പ് സമയത്ത് ഉപഹാരങ്ങൾ, ചില ഗിഫ്റ്റുകൾ, ചില ഓഫേഴ്സ്, ഇനിയും പണം തന്നെയും മദ്യം, ഇതെല്ലാം തന്നെ ഈ വടക്കേ ഇന്ത്യയിലേതുപോലെ അല്ല തമിഴ്നാട്ടിലേതുപോലെ ഒരു പക്ഷേ കേരളത്തിൽ സംഭവിക്കില്ലായിരിക്കാം. പക്ഷേ എല്ലാ കക്ഷികളും ഉണ്ട്, അതിൻ്റെ സഹായം ഭാഗമാണത്, അതൊരു ഭാഗമാക്കാറുണ്ട്, ഇതിൻ്റെ ഭാഗമാണ് ഒളിഞ്ഞുകൊണ്ട്. അപ്പോൾ അത് ഒളിഞ്ഞുള്ള ഇതൊക്കെ പിടിക്കപ്പെടുമ്പോൾ പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്ന് പറയുമ്പോൾ അത്യപൂർവമായിട്ട് മാത്രമേ റെഡ് ഹാൻഡഡായി കയ്യോടെ പിടിക്കപ്പെടൂ. പക്ഷേ വേറെ ചോദിക്കട്ടെ സാർ, ആ ഒരു വിഷയത്തിൽ പർട്ടിക്കുലർലി ആ വിഷയത്തിൽ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ്, അത് ഒട്ടേറെ തിരഞ്ഞെടുപ്പുകൾ മത്സരിച്ചു, അവർക്ക് ജയിക്കാൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീതി അവിടെ ജനിച്ചു വന്നു, അപ്പോൾ പ്രതീതി അവിടെ ഉണ്ടായി വന്നു. തീർച്ചയായിട്ടും അങ്ങനെ ഒരു പ്രതീതി വന്നു. ആദ്യമൊക്കെ അവർ പിന്നിലാണ്, ജയിക്കാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു. പക്ഷേ പിന്നീട് അവർക്ക് ജയിക്കാൻ സാധ്യതയുണ്ട് എന്നൊരു പ്രതീതി വന്നതോടുകൂടി ആണ് ഈ ഒരു വിവാദവും വരുന്നത്. ഇത്ര ഓപ്പണായിട്ട് ഇത്ര മണ്ടത്തരം കാണിക്കുമോ ശോഭാ സുരേന്ദ്രനെ പോലെ ഒരാളെന്നാണ് ഇല്ല എന്നാണ് മഹാഭൂരിപക്ഷം പേരും ചിന്തിക്കുന്നത്, ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ക്യാമറ ചിത്രങ്ങൾ ടാമ്പേർഡ് അല്ല എങ്കിൽ അതിൽ ചില സൂചനകളുണ്ട്. പക്ഷേ ഈ കോഴ കൊടുത്തു അല്ലെങ്കിൽ 5000 രൂപ കൈമാറി എന്ന് പറയുന്ന സ്ത്രീയുടെ മുഖം അവിടെ ദൃശ്യമല്ല, പിൻഭാഗമാണ്. പണം നേരിട്ട് കയ്യിൽ കൊടുക്കുന്നതിൻ്റെ കൃത്യമായ ദൃശ്യമില്ല. പക്ഷേ അതിനുശേഷം കയ്യിൽ പണം ഇരിക്കുന്ന, ചുരുട്ടിപ്പിടിച്ച 500-ൻ്റെ നോട്ടുകൾ ഇരിക്കുന്ന ദൃശ്യം പ്രകടമാണ് താനും. ഇതെല്ലാം കട്ട് ആൻഡ് പേസ്റ്റ് സാധനമാണോ അതോ ലൈവായിട്ട് തന്നെ സംഭവിച്ച ഒരു സീക്വൻസിൽ സംഭവിച്ചതാണോ? അപ്പോൾ ശോഭാ സുരേന്ദ്രൻ പറയുന്ന വാദങ്ങൾക്ക് വലിയ ഒരു പുകമറ ഇവിടെയുണ്ട്. അത് കൃത്യമായ വാദങ്ങൾ. ആ സ്ത്രീ കാറിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു, കാറിൽ നിന്ന് ഇറങ്ങി വരുന്ന ചിത്രം കാട്ടുന്നു, ആ വ്യക്തിയെ എനിക്ക് അറിയില്ല എന്ന് പറയുന്നു. ഇതൊക്കെ എന്തോ മറച്ചു വയ്ക്കാനുണ്ട്. പണം കൊടുത്തു എന്ന് തെളിയിക്കാനാവില്ലായിരിക്കും ഒരിക്കലും. കാരണം പണം വാങ്ങിയ ലേഡി ഒരു ദേവു, പ്രായമുള്ള 69 വയസ്സുള്ള ഒരു സ്ത്രീയാണ്, സ്ത്രീ വോട്ടറാണ്. അവർ താൻ പണം വാങ്ങി എന്ന് ആദ്യം പറയുകയും അത് ക്യാമറ കണ്ണിന് മുന്നിലാണ്, അത് തെളിവല്ല. അതിനുശേഷം വാങ്ങിയില്ല എന്ന് പറയുകയും അതിൻ്റെ പെൻഷൻ പണമാണെന്ന് പറയുകയും മാറി മറിഞ്ഞും പറയുന്നു. പക്ഷേ കൃത്യമായി അന്വേഷണത്തിന് വന്ന ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞിരിക്കുന്നത് ഇത് ഞാൻ ഒരു പണം പോലും, ഒരു പൈസ പോലും വാങ്ങിയില്ല എന്നാണ്. അത് മാത്രമേ, ആ മൊഴി മാത്രമല്ലേ എടുക്കാൻ പറ്റൂ. മറ്റു കാര്യങ്ങൾ എങ്ങനെയാണ് തെളിയിച്ചെടുക്കുക? അപ്പോൾ ഇത് തെളിയിക്കുക എന്നോ ശോഭാ സുരേന്ദ്രനെ ഇപ്പോൾ വിചാരണ ചെയ്യുക എന്നോ ഒന്നും അല്ല. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് തലേന്ന് സംഭവിച്ച ഒരു വിഷയം വലിയ രാഷ്ട്രീയ വിലയാണ് പലപ്പോഴും, നോട്ട് ഓൺലി ഫോർ ശോഭാ സുരേന്ദ്രൻ ബട്ട് ഓൾസോ ഫോർ ദ അതർ BJP കാൻഡിഡേറ്റ്സ്. ഇതൊരു സംശയത്തിൻ്റെ പുകമറ സൃഷ്ടിക്കുകയാണ്. ഇത് യാഥാർത്ഥ്യമാവാം, അല്ലായിരിക്കാം. അതേക്കുറിച്ച് പറയാൻ നമ്മളാണല്ലോ, നമ്മൾ കണ്ടിട്ടില്ല. അന്വേഷണത്തിൽ ഇരിക്കുന്ന കാര്യമാണ്. അന്വേഷണം അതിൻ്റേതായ ദിശയിൽ പോകും. പക്ഷേ ലോജിക്കലി 9 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. ഇത് 10ാം അംഗമാണ് ശോഭാ സുരേന്ദ്രൻ്റേത്. ഇത്രയും പരിണത പ്രജ്ഞയായ ഒരാൾ പഠിക്കൽ കൊണ്ട് കലമുടയ്ക്കുമോ? അല്ലെങ്കിൽ തന്നെ ശോഭാ സുരേന്ദ്രൻ ലീഡ് ചെയ്യുന്നു അല്ലെങ്കിൽ മുന്നിട്ട് നിൽക്കുന്നു എന്ന പ്രതീതിയാണ്. അങ്ങനെയെങ്കിൽ ഈ സാഹസത്തിന് മുതിരേണ്ട ആവശ്യമില്ലല്ലോ, അല്ലാതെ തന്നെ ജയിച്ചു വരാം എന്നൊരു പ്രതീക്ഷയാണ് BJPക്ക് ഏറ്റവും അധികം. നിയമത്തെക്കാൾ കൂടുതൽ സാധ്യത BJP തന്നെ കൽപ്പിച്ചിരുന്നത് പാലക്കാടിനാണ്. ഇപ്രാവശ്യത്തെ പ്രത്യേക സാഹചര്യങ്ങളിൽ അവിടെ ഈ വൈകുന്നേരം വരെ വെള്ളം കോരിയിട്ട് കലമുടയ്ക്കുന്ന ഒരു പണി സ്ഥാനാർത്ഥി തന്നെ ചെയ്യുമോ? മറ്റാരെങ്കിലും സ്ഥാനാർത്ഥിക്ക് വേണ്ടി ചെയ്തു എന്ന് പറഞ്ഞാൽ അത് കുറേയൊക്കെ വിശ്വസിക്കാം. സ്ഥാനാർത്ഥി തന്നെ അത് ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുമോ? അതാണ് ലോജിക്. അല്ല, കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഒരു മണ്ഡലം ഒരാൾ വിജയിച്ചാൽ അത് അയാളുടേതായി മാറും. അപ്പോൾ സ്വന്തം ക്യാമ്പിലുള്ളവർ തന്നെ ചിലപ്പോൾ ഒരു കുതികാൽ വെച്ച് കൊടുക്കാൻ സാധ്യതയുണ്ട്. ഈ ഒരു നിരീക്ഷണം ചിലരൊക്കെ ഇന്ന് പറഞ്ഞിരുന്നു സാർ, ഇന്ന് ഞാൻ കേട്ടിരുന്നു. പാലക്കാടും
അതേ DNA-യിലുള്ള ആളുകൾ ഉണ്ടാവാം, ഭാരതീയ ജനതാ പാർട്ടിക്കുള്ളിലുണ്ടാവാം, മറ്റു പലയിടത്തും ഉണ്ടാവാം. മറ്റു പലയിടത്ത് ചില പാർട്ടികളുടെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. പിഷാരടി ആർക്കും ഒരു ത്രെട്ടല്ല, പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാർക്ക് ഒരു ത്രെട്ടല്ല. ഇതൊരു മേ ബി വൺ ടൈം ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ശോഭാ സുരേന്ദ്രൻ അങ്ങനെ അല്ല. ഒരു പോക്കറ്റ് ബെറോ അവിടെ ഡെവലപ്പ് ചെയ്യുകയാണ്. ശോഭാ സുരേന്ദ്രൻ ഇപ്രാവശ്യം വിജയിച്ചു വന്നാൽ നിരന്തരമായി BJP-യുടെ MLA അവിടെ വരും. അത് ശോഭാ സുരേന്ദ്രൻ തന്നെയായിരിക്കും. ഇത് ഒഴിവാക്കാൻ ഒരുപക്ഷെ പാളയത്തിനുള്ളിൽ, ഭാരതീയ ജനതാ പാർട്ടിയുടെ പാളയത്തിനുള്ളിൽ ഏതെങ്കിലും വിരുദ്ധ വിഭാഗക്കാർ, അവിടെ തന്നെയുള്ള പല വിരുദ്ധ വിഭാഗക്കാരുണ്ടല്ലോ, അവർ പലതായി ചിതറി ശക്തി ആർജിക്കുമ്പോൾ ഒരു കെയ്ഡർ പാർട്ടി മാസ് പാർട്ടിയായിട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന അനിവാര്യമായ ദുരന്തമാണ് ഇങ്ങനെയുള്ള ചില പടലപ്പിണക്കങ്ങൾ. BJP-ക്ക് ഒരു കെയ്ഡർ സ്വഭാവം ഉണ്ടായിരുന്നു, ഇപ്പോഴുമുണ്ട് കുറേയൊക്കെ, പക്ഷേ അതൊരു മാസ് പാർട്ടിയായിട്ട് മാറി. അപ്പോൾ ഈ കോൺഗ്രസിസം ബാധിക്കും. കോൺഗ്രസിസം എന്ന് പറയുന്നത് 4 പാടും ചിതറിപ്പോവുകയും കുതികാൽ വെട്ടുകയും ഒരുവൻ്റെ ശത്രുവായി മാറുകയും നേരെ കാണുമ്പോൾ ചിരിച്ചു കാട്ടുകയും ഒരു നാഴി മറ്റൊരു നാഴിയിൽ ഇറങ്ങാതിരിക്കുകയും ചെയ്യുന്ന ഒരു അത്ഭുത പ്രതിഭാസമാണ് കേരളത്തിലെ ചില ഏരിയയിലെങ്കിലും കോൺഗ്രസിസം. അത് BJP-യെയും ബാധിച്ചു എങ്കിൽ ആണെന്ന് തെളിയിക്കാനൊന്നും എനിക്ക് സാധിക്കില്ല. നമുക്ക് സാധിക്കില്ല. ഇതൊരു സൂചനയാണ്. ഇങ്ങനെ വ്യാപകമായ സംസാരമുണ്ടെന്ന് മാത്രം പറഞ്ഞു നിർത്താം. അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള വിവാദങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഈ പ്രചാരണ രംഗത്തുണ്ടായിരുന്നത്. അതിനുശേഷം വോട്ടിങ്ങിലേക്ക് വരുന്നു. നമുക്കറിയാം ഈ ഇടതുപക്ഷത്തിനുള്ളിൽ തന്നെ ഇടതുപക്ഷം ഇതിനു മുൻപ് നേരിട്ടിട്ടില്ലാത്ത വിധത്തിലുള്ള പ്രശ്നങ്ങൾ അവർ നേരിട്ടു. തീർച്ചയായിട്ടും അല്ലേ? ഈ സമീപകാലത്ത് എൻ്റെ ഓർമ്മയിലില്ല ഇത്രയും പ്രതിസന്ധി. ഓക്കെ, നമ്മൾ കണ്ടിട്ടുണ്ട് VS അച്യുതാനന്ദന് സീറ്റ് നിഷേധിച്ചപ്പോൾ ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങിയത് നമ്മൾ കണ്ടു. ആ ജനങ്ങളുടെ പ്രതിഷേധത്തിൽ പാർട്ടി തീരുമാനം മാറ്റുന്നത് നമ്മൾ കണ്ടു. പക്ഷേ ഇത്തരത്തിൽ തമ്മിലടി പണ്ടൊക്കെ ഉണ്ടായിരുന്നു. നമുക്കറിയാം, ചിലരൊക്കെ മുതിർന്ന നേതാക്കൾ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോയതൊക്കെ നമുക്കറിയാം. പക്ഷേ ഇത്രയേറെ പ്രശ്നങ്ങൾ, പല സ്ഥലത്തായി പ്രശ്നങ്ങൾ. പണ്ടൊക്കെ ഒരു സ്ഥലത്തായിരുന്നു പ്രശ്നങ്ങൾ. ഗൗരിയമ്മയുടെ പ്രശ്നം ഉണ്ടായപ്പോൾ അവിടെ മാത്രമായിരുന്നു. അതുപോലെ തന്നെ MVR-ൻ്റെ പ്രശ്നം ഉണ്ടായപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ പ്രശ്നമുണ്ടായി, പയ്യന്നൂരിലും തളിപ്പറമ്പിലും ഒക്കെ പ്രശ്നമുണ്ടായി, അതുപോലെ തന്നെ അമ്പലപ്പുഴയിൽ പ്രശ്നമുണ്ടായി, പല സ്ഥലത്തും പ്രതിഷേധങ്ങൾ ഉയർന്നു. ഇങ്ങനെ ഒരു പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടാണ് CPM തെരഞ്ഞെടുപ്പിലേക്ക് പോയത്. അതിനോടൊപ്പം തന്നെ ഞാൻ ഒന്നുകൂടി ആഡ് ചെയ്യുന്നു, ഈ ബുദ്ധിജീവികൾ അല്ലെങ്കിൽ സാംസ്കാരിക പ്രവർത്തകർ, ഇടത് സാംസ്കാരിക പ്രവർത്തകർ, ഇടത് ലിബറലുകളൊക്കെ തന്നെ പറഞ്ഞു, ഇതിങ്ങനെ ഒരിക്കൽ കൂടി ഭരണം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പാർട്ടി തകർന്ന് തരിപ്പണമാകും, ബംഗാളിലേതുപോലെയാകും, ഇപ്പോൾ തോൽക്കുന്നതാണ് നല്ലത് എന്നുള്ള അഭിപ്രായങ്ങളും അവർ പറഞ്ഞു. ഈ ഇത്തരത്തിലുള്ള പ്രതിസന്ധിയെ നേരിട്ട് സാറിന് ഓർമ്മയുണ്ടോ CPM മറ്റൊരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്? ഇത് എന്തിൻ്റെ ലക്ഷണമായിരിക്കാം? ഇത് റിസൾട്ടിനെ സ്വാധീനിക്കുന്ന ഒന്നായിരിക്കുമോ ഈ പ്രശ്നങ്ങൾ? എൻ്റെ ഓർമ്മയിൽ 4 പ്രതിസന്ധിയാണ്. ഒന്ന്, ചരിത്രത്തിലെ ഏറ്റവും വലിയ പിളർപ്പ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പ്. അത് 60കളുടെ മധ്യത്തിൽ സംഭവിച്ച CPI-CPM. അത് ഒരു പ്രത്യേക കാലഘട്ടത്തിൻ്റെ ഒരു അബറേഷൻ ഓഫ് ദ ടൈംസ് എന്ന് വേണമെങ്കിൽ പറയാം. അത് മുതൽ തന്നെ കേരളത്തിൻ്റെ മുന്നണി രാഷ്ട്രീയത്തിന് രൂപം മാറുകയാണ്, അല്ലെങ്കിൽ മുന്നണി രാഷ്ട്രീയം തുടങ്ങാൻ തന്നെ ആ ഒരു പിളർപ്പ് കാരണം വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും. അതിന് ചില സൈദ്ധാന്തിക അടിത്തറകൾ, ഇപ്പോൾ ചിലരൊക്കെ ഭംഗ്യാന്തരേണ പറയും ചൈനാപക്ഷപാതികളായ CPM-ഉം റഷ്യ പക്ഷപാതികളായ സോവിയറ്റ് പക്ഷപാതികളായ CPI-യും ഒക്കെ ഭംഗ്യാന്തരേണ പറയുന്നതാണ്. പക്ഷേ ചില മുപ്പളം തർക്കങ്ങളുണ്ടായിരുന്നു. അതിനുശേഷം CPM-ൻ്റെ ഒരു കാലത്ത് CPM പല ആവർത്തി അടിയന്തരാവസ്ഥ ഘട്ടത്തിൽ ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടു. പക്ഷേ അതിനുശേഷം 80-കൾ 90-കൾ കഴിഞ്ഞ് 2000-കളിൽ ആകുമ്പോൾ 90-കളിൽ തന്നെ MV രാഘവൻ ഉയർത്തിയ ബദൽ രേഖ കൊണ്ടുവന്ന ബദൽ രേഖ, മുസ്ലിങ്ങളുമായി അടുത്ത് പ്രവർത്തിക്കാം, മുസ്ലിം ജനസാമാന്യത്തെ കൂടെ നിർത്തണം എന്ന് പറഞ്ഞ് ലീഗുമായി സഖ്യമാകാം. ലീഗുമായി സഖ്യം മുൻപുണ്ടായിരുന്നു. 60-കളുടെ അവസാനം ലീഗുമായി സഖ്യത്തിലാണ്. സപ്തമുന്നണി സർക്കാരിൽ ലീഗും CPM-ഉം ഒരുമിച്ചായിരുന്നു. അപ്പോൾ തൊട്ടുകൂടായ്മയൊന്നുമില്ല. അന്ന് ലീഗിനെ വർഗീയ കക്ഷിയായിട്ട് ആരും കണ്ടിട്ടുമില്ല. ശരിയാണ്. അപ്പോൾ അവിടെ MVR-ൻ്റെ ഒരു ബദൽ രേഖ, അതിനെതിരെ MVR-നെതിരെയുള്ളൊരു പോരാട്ടമായി തന്നെ മാറി. അങ്ങനെ MVR എവിക്റ്റഡ് ആവുകയും UDF-ലേക്ക് ചേരുകയും ചെയ്തതാണ്. അത് കണ്ണൂരിൽ മാത്രമാണ് CMP, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി, അതിന് പേരുകളുള്ള ഒരു സ്റ്റേറ്റ് വൈഡായി MVR-ന് വലിയ ഉണ്ട്. MVR-ന് ചില തിരുവനന്തപുരത്ത് ഉൾപ്പെടെ ചില മേഖലകളിൽ ചെറിയ വ്യക്തിപരമായ സ്വാധീനമുണ്ടില്ലെന്ന് പറയുന്നില്ല, പക്ഷേ ഒരു വ്യാപകമായിരുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു വലതുപക്ഷ വ്യതിയാനം ഒന്നുണ്ടായിട്ടില്ല. ഗൗരിയമ്മയുടെ വിഷയം വന്നപ്പോൾ ഗൗരിയമ്മയെ പാർട്ടി വഞ്ചിച്ചു എന്നൊരു ഫീലിംഗ് ഉണ്ട്. ഗൗരിയമ്മയുടെ കൂടെ നിന്നവരെ ഒതുക്കി എന്നൊരു ഫീലുണ്ട്. ഗൗരിയമ്മ ക്ഷിപ്രകോപിയാണ്.
അവരൊരു പാർട്ടി ഉണ്ടാക്കിയ JSS UDF സഹകരിച്ചു. MVRൻ്റെ ഏതാണ്ട് സമാനമായ മോഡൽ അല്ലെങ്കിൽ പോലും മധ്യ കേരളത്തിൽ പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയിൽ ശക്തമായ സാന്നിധ്യമായി. അപ്പോൾ ഈഴ വോട്ടുകൾ ഉൾപ്പെടെ ചെറിയ തോതിൽ മാറുന്നു എന്നൊരു പ്രതീതി ഉണ്ടായി. അതും പാർട്ടിക്ക് അതിജീവിക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ 3 സംഭവങ്ങൾ കഴിഞ്ഞ് പിന്നെ ഇടയ്ക്കും പിഴയ്ക്കുമൊക്കെ പാർട്ടികൾ അച്യുതാനന്ദൻ പിണറായി വിജയൻ പോരാട്ടം അല്ലേ 2000കളുടെ ആദ്യമൊക്കെ അതിശക്തമായി പാർട്ടി സെക്രട്ടറിയായി ജനറൽ സെക്രട്ടറിയായി പിണറായി വിജയനും മുഖ്യമന്ത്രിയായി ശ്രീ അച്യുതാനന്ദനും VS അച്യുതാനന്ദനും ഉണ്ടായിരിക്കുന്ന സമയത്ത് ഗ്രൂപ്പിസം അതിൻ്റെ പരമോന്നതിയിലെത്തി നിന്നു. വിഭാഗീയത എന്ന പേരിട്ടാണല്ലോ വിളിക്കുന്നത്. ശരിയാണ്. അതും അതിജീവിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM ഒറ്റക്കെട്ടാണ്. CPM മാറി നിൽക്കട്ടെ, CPM ഒറ്റക്കെട്ടാണ്. പക്ഷേ അവിടെ ഈ കഴിഞ്ഞ 10 വർഷത്തെ പിണറായി വിജയൻ ഭരണത്തിന് ഇടയിൽ പ്രത്യേകിച്ച് പിണറായിയുടെ 2ാം ഊഴത്തിൽ സംഭവിച്ച കാര്യം വലതുപക്ഷ വ്യതിയാനം CPMൽ സംഭവിച്ചു എന്ന് ഇടത് സൈദ്ധാന്തികരും ചില ഇടത് ലിബറലുകളും ചില സ്ഥാനമോഹികളും എല്ലാത്തരം ആളുകളും ഉണ്ട് അതിനകത്ത്. എല്ലാവരും ഉണ്ട്. എന്തെങ്കിലും പഴി പറയാൻ വേണ്ടി മാത്രം വലതുപക്ഷ വ്യതിയാനം ഉണ്ടായി. പക്ഷേ ക്രോണി ക്യാപിറ്റലിസം, ചങ്ങാത്ത മുതലാളിത്തം, ക്രോണി ക്യാപിറ്റലിസം അതൊരു മുഖമുദ്രയായി മാറി. മുതലാളിമാരുടെ ഇടപാടാണ്. അപ്പോൾ തൊഴിലാളി വർഗ പാർട്ടിക്ക് മുതലാളികളുമായിട്ട് ഇടപാട്. അങ്ങനെയാണല്ലോ ചെറ്റ പ്രയോഗം തന്നെ ഉരുൾപ്പില്ലാതെ എക്കാലത്തും പാർട്ടിയുടെ ബാക്ക് ബോണായിരുന്ന ആളുകളിൽ പെടുന്ന ആളുകൾ പലരും കുടിലുകളിൽ താമസിച്ചിരുന്ന ആളുകളാണ്. അടിസ്ഥാന വർഗ്ഗക്കാരാണ്. ഉപരിവർഗ്ഗക്കാരും ഉണ്ടില്ലെന്നല്ല. EMSനെ പോലും വരേണ്യവർഗ്ഗത്തിൽ നിന്ന് വരുന്ന മുന്നോക്ക ജാതികളിൽ നിന്ന് വരുന്ന ആളുകൾ ഉൾപ്പെടെ നയിച്ച പാർട്ടിയാണ്. എല്ലാ വിഭാഗത്തിൻ്റെയും ഉണ്ട്. പക്ഷേ കൂടുതലും ഈ ഡൗൺ ട്രോഡൻ അവരുടെ വിമോചനമാണ് കേരളത്തിൻ്റെ ഒരു നവോത്ഥാനത്തിൻ്റെ ഒരു നേർസാക്ഷ്യം. അത് CPMന് ഒരു റോളുണ്ട്, CPIക്ക് ഒരു റോളുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് റോളുണ്ട്. പക്ഷേ അത് മാറി. ഇപ്പോൾ ഒരാളെങ്കിൽ അല്ല എങ്കിൽ മറ്റേ മുതലാളിമാർ, അപ്പോൾ അവരുമായിട്ടുള്ളൊരു ബന്ധം അത് എല്ലാവർക്കും ബന്ധമുണ്ട്. പക്ഷേ അത് കൂടിപ്പോകുന്നു. ഈ ചിന്ത വ്യാപകമാണ്. അതോടൊപ്പം തന്നെ 2-3 പ്രവണതകൾ കൂടി. ഒന്ന് ധാർഷ്ട്യം, ധിക്കാരം, അഹങ്കാരം, സുതാര്യത ഇല്ലായ്മ. ഉദാഹരണങ്ങൾ എടുത്തു പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ശരിയാണ്, പറയേണ്ട കാര്യമില്ല. കേരള സമൂഹം അത് കാര്യമായി ഡിസ്കസ് ചെയ്ത് അത് ഡീലിൽ നിന്നും ഡാഷിൽ എത്തി നിൽക്കുകയാണ്. ഡീൽ ടു ഡാഷ്. അത് എനിക്ക് തോന്നുന്നു ഈ ചില നേതാക്കളൊക്കെ അത്തരത്തിലുള്ള വർത്തമാനം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത്തരത്തിൽ ജനങ്ങളുടെ വെറുപ്പ് ഏറ്റുവാങ്ങിയിട്ടില്ല. ഓക്കെ, ഇതിപ്പോൾ എതിരാളികളെ അത്തരത്തിൽ ആക്രമിക്കുന്ന തരത്തിൽ പറഞ്ഞിട്ടില്ല. ചിലപ്പോഴൊക്കെ കളിയാക്കുന്ന തരത്തിൽ ഒക്കെ ചില പ്രയോഗങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത്തരത്തിൽ ജനങ്ങളുടെ വെറുപ്പ് ഏറ്റുവാങ്ങുന്ന അയ്യേ ഒരു പാർട്ടി നേതാവ് ഇത്തരത്തിൽ പറയാൻ പാടുണ്ടോ? ചില പ്രയോഗങ്ങൾ അത് രേവന്ത് റെഡ്ഡി പിന്നെ വേറൊരു സംസ്കാരത്തിൽ പെടുന്നയാളാണ്, കോൺഗ്രസ്സുകാരനാണ്. അദ്ദേഹം തെലുങ്കാനക്കാരനാണ്. അദ്ദേഹം ഇങ്ങനൊരു കാര്യം ആദരണീയനായ കേരള സംസ്ഥാന മുഖ്യമന്ത്രിയെക്കുറിച്ച് അങ്ങനെ ഒരു സിനിമാ ഡയലോഗ് ഉപയോഗിച്ച് പോലും മോഹൻലാലെ അനുകരിക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. പോ മോനെ ദിനേശ എന്ന് പറയുന്നതിന് പകരം പോ മോനെ പിണറായി അല്ലെങ്കിൽ പോ മോനെ വിജയ എന്ന് പറയുമ്പോൾ അതിലൊരു വേണമെങ്കിൽ ഒരു അലവൻസ് ഓഫ് നർമ്മം അല്ലെങ്കിൽ ഒരു തരം കുത്ത് പല രീതിയിൽ വെക്കാം. അതിനൊക്കെ മറുപടി പറയുക എന്ന് പറയുമ്പോൾ ചെറുതായി പോവുകയാണ്. അത് മറുപടി പറയാതെ അവജ്ഞയോടുകൂടി തള്ളുക, അത് താങ്കളുടെ സംസ്കാരം എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളയാവുന്ന കാര്യത്തിന് മറുപടി പറയുമ്പോൾ ഒരു അങ്കലാപ്പിൻ്റെ അനുഭവമില്ലേ? ഈ ഒരു ആത്മവിശ്വാസം സ്ഫുരിക്കുന്ന ഒരാൾ ഒരിക്കലും ചില കാര്യങ്ങൾക്ക് മറുപടി പറയില്ല. അർഹിക്കുന്ന അവജ്ഞയോടെ ഇങ്ങനെയുള്ള പരാമർശങ്ങൾ ഞാനത് അനുകൂലിക്കുന്ന ആളല്ല. രേവന്ത് റെഡ്ഡി പറഞ്ഞ തെറ്റ് എന്ന് അങ്ങനെ ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയെക്കുറിച്ച് മറ്റൊരു സംസ്ഥാന മുഖ്യമന്ത്രി ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷനിൽ പരാമർശിക്കാൻ കൊള്ളാവുന്ന കാര്യമല്ല. ഇങ്ങനൊരു കാര്യം അത് എത്ര തമാശയാണെങ്കിൽ ഇത് തമാശയൊന്നുമല്ല. ഇത് ചിലപ്പോൾ ഏതെങ്കിലും ഇവിടുത്തെ കോൺഗ്രസ്സുകാർ പറഞ്ഞിട്ടുണ്ട്. ഇത് കോൺഗ്രസ്സുകാർ പറഞ്ഞു, ഇതാണ് ഏതെങ്കിലും ഒരു ചെറുകിട കോൺഗ്രസ്സുകാരൻ പറഞ്ഞ് പറയിപ്പിക്കുന്നതാണ്. ഇത് നല്ല ഇങ്ങനൊന്ന് കാച്ചിയായിട്ട് നല്ല ഇമ്പാക്റ്റ് ഉണ്ടാവും, കയ്യടി കിട്ടും. ഇതൊക്കെ ദോഷം ചെയ്യും. പക്ഷേ ഇതിന് ബദൽ മറുപടി പറഞ്ഞപ്പോൾ ഇപ്പം ചെറ്റ എന്ന പ്രയോഗം, പരനാറി എന്ന പ്രയോഗം, നികഷ്ടജീവി എന്ന് വേണ്ട എത്രയോ പ്രയോഗങ്ങളാണ്. ഇതൊക്കെ കേരളത്തിൻ്റെ ലെക്സിക്കോണിൽ, പൊളിറ്റിക്കൽ ലെക്സിക്കോണിൽ സ്ഥാനം പിടിച്ച ചിരകാല പ്രതിഷ്ഠ നേടിയ ഈ പ്രയോഗങ്ങളുടെ എല്ലാം പിന്നിൽ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ഉണ്ടായിരുന്നതിൽ പലതിൻ്റെ പിന്നിൽ വൺ മാൻ കോൾഡ് പിണറായി. ഇത് കേരളം തീർച്ചയായും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇമേജ് ഒരു വ്യക്തിയുടെ മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പക്ഷേ ആരാണോ നയിക്കുന്നത് പാർട്ടിയും ഗവൺമെൻറ്റും എല്ലാം തന്നെ ഡി ഫാക്ടോ കൈകാര്യം ചെയ്യുന്നത് മിസ്റ്റർ പിണറായി വിജയൻ, ചീഫ് മിനിസ്റ്റർ. അതുകൊണ്ടാണ് അവിടെ ഒരു ക്രെഡിബിലിറ്റി ക്രൈസിസ് ഉണ്ട്. ഒരു മാന്യതയുടെ ഒരു മുഖംമൂടി മാത്രമാണ് മുഖ്യമന്ത്രിക്കുള്ളത് എന്നൊരു പൊതുവികാരം ഉണ്ട്. അത് CPMനുള്ളിലും വളരെ ചെറിയൊരു വിഭാഗത്തിനെങ്കിലും ഇങ്ങനെ ഒരു തോൽവി ശ്രീ ലിയോ സൂചിപ്പിച്ചതുപോലെ ഒരു ചെറിയ വിഭാഗമെങ്കിലും ചിന്തിക്കുന്നു ഒരു തോൽവി തിരുത്തലിനുള്ള ഒരു വേദിയാവും. അതുകൊണ്ട്
to step forward. It's nothing wrong in taking one step back and then zoom ahead എന്നുള്ളൊരു ചിന്തയാണ്. ആ ഒരു ചിന്ത CPM-നുള്ളിലുണ്ട്. പക്ഷേ മനഃപൂർവ്വമായി തോൽപ്പിക്കാൻ ആരും ശ്രമിക്കില്ല. പക്ഷേ പൊതുവെ ഒരു മടുപ്പിൻ്റെ അനുഭവമുണ്ട് പാർട്ടിക്കുള്ളിൽ. അതുപോലെ വലതുപക്ഷ വ്യതിയാനം എന്ന് പറയുന്നത് വലിയൊരു സൈദ്ധാന്തികമായി വിശദീകരിക്കാനാവാത്ത നിലയിലാണ്. ഓക്കെ, അവർ പാർട്ടിയെ അനുകൂലിക്കുന്നവരൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ നേതാക്കളെ, പാർട്ടിയെ എന്ന് ഞാൻ പറയുന്നില്ല, നേതാക്കളെ അനുകൂലിക്കുന്നവരൊക്കെ തന്നെ പറയുന്നത് ഇത് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരുമ്പോൾ ഇതൊക്കെ സംഭവിക്കും. പണ്ട് വികസനം ഇല്ലാത്ത അല്ലെങ്കിൽ വരട്ട് തത്വവാദത്തിൻ്റെ നേതാക്കളായിരുന്നുവെങ്കിൽ ഇപ്പോൾ മാറ്റത്തിന് അനുകൂലമായി നിലകൊള്ളുന്ന നേതാക്കൾ, അവർ നിക്ഷേപം കൊണ്ടുവരുന്നു, വ്യവസായം കൊണ്ടുവരുന്നു, അതിനുവേണ്ടി ഇത്തരത്തിലുള്ള ഈ വികസനം, ഈ പ്രത്യയശാസ്ത്ര വരട്ടുവാദങ്ങളിൽ നിന്നും വികസന പന്ഥാവിലേക്ക് പാർട്ടി, അതാണ് നവകേരളം. ഇപ്പം നവകേരളമെന്നും വികസനമെന്നും ഉള്ളൊരു വാക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റ് പറയുമ്പോൾ അതൊരു തരം വലിയൊരു ആവേശം ജനങ്ങൾക്കുണ്ടാകും. കാരണം എക്കാലത്തും ഈ വികസനം കൊണ്ടുവരാൻ പോകുമ്പോൾ അതിൽ തെറ്റുകുറ്റങ്ങൾ കണ്ടെത്തുകയും, കമ്പ്യൂട്ടർ ആയിക്കൊള്ളട്ടെ, മറ്റ് അടിസ്ഥാന സൗകര്യ വികസനങ്ങളായിക്കോട്ടെ, എന്തിനും ദോഷൈക ദൃക്കുകളായി കാണുന്ന, എവിടെയെങ്കിലും ഒരു കുടി നാട്ടുന്നവർ അല്ലേ, വ്യവസായശാല തുടങ്ങാൻ പോകുമ്പോൾ അവിടെ കുടി നാട്ടുന്നവർ, നോക്കുകൂലി ഈടാക്കുന്നവർ എന്നെല്ലാമുള്ള ഒരു ദുഷ്പേര് കാലാകാലങ്ങളിൽ സമ്പാദിച്ചു വെച്ച പാർട്ടി ഇപ്പോഴിതാ സുതാര്യമായി പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നു. മൂലധനം വരട്ടെ എന്ന് പറയുന്നു, തൊഴിലവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പറയുന്നു. വികസനമാണ് പ്രധാന വിഷയം. സ്വാഗതാർഹമായ കാര്യമാണ്. തീർച്ചയായും നാടിന് വേണ്ടത് വരട്ടുവാദമല്ല, വികസനം തന്നെയാണ്. പ്രത്യയശാസ്ത്രം മുറുകെ പിടിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ വികസനം അതോടൊപ്പം ചേർത്ത് വായിക്കണം. അത് ശ്രമിക്കുന്നതിനോടൊപ്പം തന്നെ പരമാവധി ഒരു കോർപ്പറേറ്റൈസേഷൻ മോഡായി, അതുമാത്രമല്ല സ്വജനപക്ഷപാതം അതിൻ്റെ ഏറ്റവും മോശപ്പെട്ട ലെവലിൽ എത്തി നിൽക്കുന്നു. ഒരു കോക്കസ് കോട്ടറി കൾച്ചറായി മാറുന്നു. അപ്പോൾ അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പരിചിതമായൊരു മോഡൽ എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് സെൻട്രലിസം. താഴെത്തട്ടിലുള്ള ബോഡികൾ മേൽത്തട്ടിലെ ബോഡികളെ തിരഞ്ഞെടുക്കുന്നു. വളരെ സുതാര്യമായി അത് മേൽത്തട്ട് വരെ എത്തുന്നു. അതൊരു സ്കെയിലാർ പ്രോസസ്സാണ്, ഒരു ഹയറാർക്കിയാണ്, പിരമിഡൽ സ്ട്രക്ചറാണ്. അതിലൊരു കമാൻഡ് കൺട്രോൾ കമ്മ്യൂണിക്കേഷൻ സ്ട്രക്ചറുണ്ട്. അത് ഉണ്ടെന്ന് പൊതുവേ പറയുകയും ഇതിനുള്ളിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയാതിരിക്കുകയും, ചോദ്യം ചോദിക്കുന്നവനോട് കടക്കു പുറത്തുനിന്ന് പറഞ്ഞില്ലെങ്കിലും അവനില്ല, ചോദ്യം ചോദിച്ചവനാണ് കുഞ്ഞികൃഷ്ണൻ. എവിടെ പാർട്ടി ഫണ്ട് എങ്ങനെ വിനിയോഗിച്ചു, രക്തസാക്ഷി ഫണ്ടിന്റെ വിനിയോഗം എങ്ങനെ, ചോദ്യം ചോദിച്ചു, പുറത്തായി. അതുപോലെ പിന്നെ ഗോവിന്ദൻ ചോദ്യം ചോദിച്ചു, ടി കെ ഗോവിന്ദൻ ചോദ്യം ചോദിച്ചു, പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യയ്ക്കാണോ, മറ്റാളുകളില്ലേ പരിഗണിക്കാനില്ലേ, സീനിയോറിറ്റി പരിഗണിക്കണ്ടേ, വേണ്ടേ. 3 പ്രാവശ്യം പാർട്ടി സെക്രട്ടറി മത്സരിച്ചു, ജയിച്ചു, മാറി നിന്നപ്പോൾ ഭാര്യയെ കൊണ്ടുവരുന്നു. അതെന്ത് ന്യായം? അത് ന്യായമല്ല. അപ്പോൾ ഈ പറയുന്നതിനകത്ത് ചില ന്യായങ്ങളുണ്ട്. അവർ ജയിച്ചു വരുമ്പോൾ, ഇപ്പോൾ പയ്യന്നൂരും തളിപ്പറമ്പിലും ഒക്കെ പാർട്ടി ഗ്രാമങ്ങളുള്ള സ്ഥലമാണ്. ഇവരൊക്കെ UDF പിന്തുണച്ചാലും ജയിച്ചു വരാനുള്ള സാധ്യത എനിക്കറിയില്ല, ജയിച്ചു വരാൻ സാധ്യത കുറവാണ്. പക്ഷേ G. സുധാകരൻ്റെത് അങ്ങനെയല്ല. പാർട്ടിക്ക് സംഭവിച്ച വ്യതിയാനങ്ങൾ മാത്രമല്ല, G. സുധാകരൻ എന്ന വ്യക്തിയെ അവഗണിക്കുന്നു എന്നതാണ് പരാതി. അതിൽ ലേശം സത്യമുണ്ട്. അവഗണിച്ചത് മാത്രമല്ല, പരിഹസിച്ചു, അവഗണിച്ചു. അത് മാത്രമല്ല, ഒരു ഗുണ്ടാ സംസ്കാരം, പൊളിറ്റിക്കൽ ക്രിമിനലുകൾ എന്ന സജി ചെറിയാൻ ഉൾപ്പെടെയുള്ള ആളുകളെ കുറിച്ച്, പൊളിറ്റിക്കൽ ക്രിമിനലുകൾ, അത് H. സലാമാകട്ടെ, സജി ചെറിയാനാകട്ടെ, ഇപ്പോഴത്തെ സെക്രട്ടറി, ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആകട്ടെ, ഇവരെക്കുറിച്ചൊക്കെ മൊത്തത്തിൽ പറയുന്നൊരു പേരാണ് പൊളിറ്റിക്കൽ ക്രിമിനലുകൾ. അത് തെളിച്ചു പറയുന്നില്ല G. സുധാകരൻ. പക്ഷേ ഈ പി സ്മാരകം ഉൾപ്പെടെ, പി കൃഷ്ണപിള്ള സ്മാരകം ഉൾപ്പെടെ തകർത്തതിന് പിന്നിൽ ചില സ്ഥാപിത താൽപ്പര്യക്കാരുണ്ട്. അവർ പാർട്ടിക്കുള്ളിലാണ്, ഇത് പാർട്ടി രഹസ്യമാണ് എന്ന് വരെ അദ്ദേഹം പറഞ്ഞു. G. സുധാകരൻ പറഞ്ഞു വെച്ചപ്പോൾ ഒരുപാട് വിരലുകൾ പാർട്ടിക്കെതിരെ ചൂണ്ടാൻ കോൺഗ്രസ്സുകാർ എത്ര ശ്രമിച്ചാലും സാധിക്കാത്തത് ഇതിനകത്ത് 63 വർഷം പ്രവർത്തിച്ച G. സുധാകരൻ പറയുമ്പോൾ ആ വാക്കിന് കാതോർക്കുന്നവർ അമ്പലപ്പുഴയിൽ മാത്രമല്ല, അതിന് ചുറ്റുപാടുമുണ്ട്, കേരളമാസകലമുണ്ട്. ഇത് നൽകുന്നൊരു സ്പൈറലിംഗ് കാസ്കേഡിംഗ് ഇഫക്റ്റ് ഉണ്ട്. ഇത് ക്യാപിറ്റലൈസ് ചെയ്യാൻ, ഇത് മുതലാക്കിയെടുക്കാൻ കോൺഗ്രസ്സിന്, UDFന് ഒരുപക്ഷെ കഴിഞ്ഞേക്കാം. അങ്ങനെ കഴിഞ്ഞാൽ വലിയ മാറ്റമാണ് ഉണ്ടാവുക. എനിക്ക് തോന്നുന്നു ഒരു അമിത ആത്മവിശ്വാസത്തിൽ നിന്നും അവർക്ക് ലഭിച്ച ഒരു സാർ നേരത്തെ പറഞ്ഞ ഒരു തൻ്റെ ഇടം, ഒരു ഗുണ്ടാ സ്വഭാവം, ഒരു ധാർഷ്ട്യം, അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു വലിയ കുഴിയിലേക്ക് CPM വീണു പോയത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവർക്ക് ജസ്റ്റ് ഒരു കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചിരുന്നുവെങ്കിൽ G. സുധാകരനെ പോലെയുള്ളവരെ
ഒന്ന് ഒപ്പം നിർത്തണമായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ പ്രശ്നമൊക്കെ ഉണ്ടായപ്പോൾ തന്നെ പിണറായി വിജയൻ സജി ചെറിയാനെയോ മറ്റുമൊക്കെ തന്നെ വിളിച്ചിട്ട് പറയുക, ഒരു കാരണവശാലും ഇത്തരത്തിൽ ഒരു രീതിയല്ല നിങ്ങൾ ജി സുധാകരൻ എന്ന മുതിർന്ന നേതാവിനെ പോലെയുള്ളവർക്കെതിരെ പ്രയോഗിക്കേണ്ടത്. അദ്ദേഹത്തെ മാന്യതയോടെ കൈകാര്യം ചെയ്യേണ്ടതാണ്, അദ്ദേഹത്തിന് റെസ്പെക്റ്റ് കൊടുക്കുക, സ്ഥാനമാനങ്ങൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. സീനിയോറിറ്റി ഈസ് ഓൾവേസ് സീനിയോറിറ്റി. അത് ആയിഷ പോറ്റിയുടെ കാര്യത്തിലാണെങ്കിലും പാർട്ടി 3 പ്രാവശ്യം മത്സരിപ്പിച്ച് വിജയിപ്പിച്ചെടുത്തു. അത് വസ്തുതയാണ്. ആയിഷ പറ്റി അത് മറക്കരുത്. അത് തീർച്ചയായിട്ടും നന്ദിയോടെ ഓർക്കേണ്ടതാണ്. പക്ഷേ അതിനുശേഷം വളരെ അൺസെറിമോണിയസ് ആയിട്ട് എല്ലാ പാർട്ടി പദവികളിൽ നിന്നും കൊട്ടാരക്കര മണ്ഡലത്തിലെ മുൻ MLA ആയ ആയിഷ പോറ്റിയെ പുതിയൊരു MLA വരുന്നു, മന്ത്രി വരുന്നു, പിന്നെ ധനകാര്യമന്ത്രി ബാലഗോപാൽ, എല്ലാത്തിൽ നിന്നും മാറ്റി നിർത്തുക സ്വാഭാവികമായി മനുഷ്യരല്ലേ, വിഷമം ഉണ്ടാകും. സുധാകരനും അങ്ങനെ തന്നെയാണ്. ഒരു കാരണവ സ്ഥാനത്ത് 75 വയസ്സായി മത്സരിക്കേണ്ട, ശരി, സമ്മതിച്ചു. പക്ഷേ ഒരു കാരണവർക്ക് അതിൻ്റേതായ ഒരു ബഹുമാനം കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന് ഒരു പാർട്ടി പദവിയും വേണമെന്നില്ല, അദ്ദേഹത്തിന് അധികാരങ്ങളും വേണമെന്നില്ല, പക്ഷേ ഒരു ബഹുമാനം, അത് അർഹിക്കുന്ന ബഹുമാനമാണ്. കേരളത്തിൻ്റെ ഒരു സംസ്കാരം അങ്ങനെയല്ലേ സർ? നമ്മുടെ കുടുംബത്തിലൊക്കെ പ്രായമായി ഗ്രാൻഡ് ഫാദർ ആയി കഴിഞ്ഞു, വരുമാനമൊന്നും ഇല്ലാതായി കഴിഞ്ഞു, പ്രത്യേകിച്ച് അധികാരമില്ല, വലിയ ബാങ്ക് ബാലൻസും ഇല്ല. അങ്ങനെയെങ്കിൽ ഈ പശുത്തൊഴുത്തിൽ അടയ്ക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അല്ലെങ്കിൽ മാറ്റി നിർത്താൻ പറ്റുമോ? വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പറ്റുമോ? എന്ത് ഫംഗ്ഷൻ വന്നാലും അവരെയാണല്ലോ നമ്മൾ മുന്നിൽ നിർത്തുന്നത്. ഒരു ഫംഗ്ഷൻ, വിവാഹം വരുമ്പോഴും അല്ലെങ്കിൽ ഊണ് കഴിക്കാൻ വിളിക്കുമ്പോഴും അവരെയാണ് ആദ്യം വിളിക്കുന്നത്. പക്ഷേ നിർണായകമായ തീരുമാനം, കൊച്ചുമക്കളുടെ വിവാഹക്കാര്യത്തിൽ ആദ്യം അഭിപ്രായം പറയേണ്ട ഒരു പക്ഷേ വല്യപ്പൻ അല്ലായിരിക്കും, മുൻപിൽ നിർത്തും, അപ്പനും അമ്മയും തീരുമാനിക്കും, പിതാവും മാതാവും തീരുമാനിക്കും. പക്ഷേ കാർമ്മികത്വം മിക്കവാറും ഗ്രാൻഡ് ഫാദറിനായിരിക്കും. ഈ ഒരു മര്യാദ, ഇതൊരു മര്യാദയുടെ വിഷയമാണ്. അപ്പോൾ കാര്യം കഴിഞ്ഞാൽ കറിയേപ്പില കറിക്ക് പുറത്ത് എന്ന രീതി അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരിക്കലും ഭൂഷണമല്ല. ഇതാണ് സുധാകരൻ്റെ ഒക്കെ ഒറ്റപ്പെട്ട പോരാട്ടത്തിൽ കാണുന്നത്. പക്ഷേ ഇവിടെ കണ്ണൂർ ജില്ല CPMൻ്റെ തട്ടകം, പാലക്കാട് ജില്ല PK ശശി ഉൾപ്പെടെ പാർട്ടി ക്ലീൻ ചിറ്റ് കൊടുത്തയാളാണ് PK ശശി ലൈംഗിക അപവാദത്തിൽ. പക്ഷേ കോൺഗ്രസ് അന്ന് ആക്രമിച്ചു. തികഞ്ഞ ഇരട്ടത്താപ്പാണ്. കോൺഗ്രസ് പിന്തുണയോടുകൂടി അദ്ദേഹം മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ ഒരു ഇരട്ടത്താപ്പാണ്, അത് ഒഴിവാക്കാവുന്ന ഒരു മത്സരമായിരുന്നു എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. അതേസമയം ജി സുധാകരനെ അങ്ങനെയല്ല, ഒരു ടാക്ടിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ജി സുധാകരനുമായി ഐഷ പോറ്റിയുമായിട്ടുള്ള ടാക്ടിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഇതിൻ്റെ ന്യായ അന്യായങ്ങളല്ല, സുധാകരനോ ഐഷ പോറ്റിയോ ഈ ഒക്കെ ചെയ്തതിൻ്റെ ന്യായങ്ങളല്ല പറയുന്നത്. 5 സീറ്റുകളാണ് അത്, പയ്യന്നൂർ, തളിപ്പറമ്പ്, ഒറ്റപ്പാലം, അമ്പലപ്പുഴ ആൻഡ് കൊട്ടാരക്കര. ഈ 5 ഇടങ്ങളിൽ UDF സ്ഥാനാർത്ഥികൾ കടുത്ത LDFകാരായ ഉന്നത സ്ഥാനീയരായ, അല്ലെങ്കിൽ അതിനകത്ത് ഗോവിന്ദൻ്റെ ഒഴിച്ച്, അല്ലെങ്കിൽ കുഞ്ചികൃഷ്ണൻ്റെ ഒഴിച്ച് അവർ ഉന്നത സ്ഥാനീയർ എന്ന് പറയാനൊക്കില്ല, പക്ഷേ അവർ പാർട്ടിയുടെ അവിഭാജ്യ ഘടകങ്ങളായിരുന്നു. പാർട്ടിയെ ഏറെ നെഞ്ചിലേറ്റി നിസ്വാർത്ഥ സേവനം നൽകിയ ആളുകളാണ്. അപ്പോൾ ഇത് നൽകുന്ന സന്ദേശം എന്താണ്? അപ്പോൾ CPM ഒരു ജെനുവിൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന ലേബൽ ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പലരും വിശ്വസിക്കുന്നു. അവിടെയാണ് ഈ പല വോട്ടുകളും, പാർട്ടി വോട്ടുകളും മരവിപ്പിക്കപ്പെട്ടേക്കാം, അല്ലെങ്കിൽ വലിയ ഉത്സാഹം വരാതിരുന്നേക്കാം. ഇതെല്ലാം തന്നെ തിരഞ്ഞെടുപ്പിൻ്റെ കാരണം കാണാതെ നമുക്കത് പ്രകടമായ ദൃശ്യമല്ല. പാർട്ടിക്കെതിരെ വലിയ വിമത പ്രവർത്തനമോ ഒന്നും തന്നെ ഇല്ല. പക്ഷേ അണ്ടർലൈൻ സ്പിരിറ്റ്, ഇതാണ് സുനാമി വരുന്നത് ആരും കാണില്ലല്ലോ. ഒരു സുനാമി അടിയൊഴുക്ക്, അല്ലെങ്കിൽ അടിയിൽ ഇല്ലേ, കടലിൻ്റെ അടിത്തട്ടിൽ അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടാകാം, ഉപരിതലത്തിലെ ദൃശ്യമല്ലല്ലോ. കടലിനടിയിൽ ടെക്ടോണിക് പ്ലേറ്റ് മൂവ്മെൻറ്റ്സ് ഉണ്ടാകാം, ഭ്രംശമേഖലകൾ ഉണ്ടാവാം. അവിടെ ഉണ്ടാകുന്ന റപ്ചേഴ്സ്, അത് വേവുകളായി ചെറിയ ട്രിക്കിൾ, അത് പിന്നെ ഒരു ചെറിയ ഒരു വേവ് എന്നൊക്കെ ആകുന്നതിന് മുമ്പ് ഒരു റിപ്പിൾ, ആ റിപ്പിൾ എഫക്റ്റാണ് പിന്നീടാണ് വേവ് ആകുന്നത്. ആ വേവ് സുനാമിയായി കരയിൽ പതിക്കുമ്പോഴാണ് നമ്മൾ കാണുന്നത്. കടൽ കൂടെ സുനാമിയുടെ മുമ്പിൽ കൂടെ പോകുമ്പോൾ പോലും അറിയുന്നില്ല, ഒരു സുനാമി വരുന്നത് ആരും അറിയുന്നില്ലല്ലോ. കടലിൽ സുനാമി ഇങ്ങനെ വരുന്നത് അറിയുന്നില്ലല്ലോ, കരയിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് ആ സുനാമി അറിയുന്നത്. അതുകൊണ്ടാണ് വോട്ടെണ്ണി തിട്ടപ്പെടുത്തുമ്പോൾ 1 മാസം പെട്ടിയിലിരുന്ന് ഉറങ്ങുന്ന വോട്ടുകൾ ജീവൻ വയ്ക്കും. 4-ാം തീയതി, മെയ് മാസം 4-ാം തീയതി ജീവൻ വെച്ചുയരുമ്പോൾ ഏത് പാർട്ടിയാണ്, ഏത് മുന്നണിയാണ് വേവിൻ്റെ തിക്തഫലം അനുഭവിക്കുന്നത്? ആരാണ് ഗുണഫലം അനുഭവിക്കുന്നത്? അത് വേവ് ഉണ്ട് എന്ന് മഹാഭൂരിപക്ഷം ആളുകളും അവസാനത്തോടെ വരുമ്പോൾ പ്രകടമല്ല എങ്കിലും അന്തർലീനമായൊരു വേവ് ഉണ്ട് എന്ന് കരുതുന്നവരാണ് ഇപ്പോൾ അനേകർ. തീർച്ചയായിട്ടും. എന്തായാലും കേരളം അടുത്ത കാലത്ത് കണ്ടതിൽ വെച്ച് ഏറ്റവും സംഭവബഹുലമായ പ്രചാരണത്തിന് ശേഷമാണ് ഇക്കുറി വോട്ടെടുപ്പ് നടന്നത്.
എന്തായാലും ആ കൺഫ്യൂസിങ് ആയിട്ടുള്ള ദിവസങ്ങൾക്ക് ശേഷം നടന്ന ഈ തിരഞ്ഞെടുപ്പിൻ്റെ വോട്ട് രേഖപ്പെടുത്തുന്ന ദിവസം കഴിയുമ്പോഴും നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കുന്നില്ല. എങ്കിലും നേരിയൊരു വേവ് അത് യു ഡി എഫിന് അനുകൂലമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ഒട്ടേറെ പ്രശ്നങ്ങൾ അവിടെയും ഇവിടെയും ഒക്കെ തന്നെ ഉണ്ടെങ്കിൽ തന്നെയും അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ യു ഡി എഫിന് സാധിച്ചു എന്നുള്ളത് അവരുടെ ഭാഗ്യം എന്ന് നമുക്ക് പറയാം. കാരണം കെ സുധാകരൻ വിഷയമുണ്ടായി, അതിനെയൊക്കെ അവർക്ക് അതിജീവിക്കാൻ സാധിച്ചത് വലിയ ഭാഗ്യം, യു ഡി എഫിനെ സംബന്ധിച്ച് ഭാഗ്യം എന്ന് നമുക്ക് പറയാം. എന്തായാലും ഓരോ മുന്നണിയും ഇപ്പോൾ വിജയപ്രതീക്ഷയിൽ തന്നെയാണ്. അത് സ്വാഭാവികമാണ്. എല്ലായ്പ്പോഴും വോട്ടെടുപ്പ് കഴിയുമ്പോഴും വോട്ടെടുപ്പ് പുരോഗമിക്കുമ്പോഴും ഒക്കെ തന്നെ എല്ലാവരും ആ ആത്മവിശ്വാസം പ്രകടിപ്പിക്കും. വോട്ടെണ്ണൽ ദിവസം ആദ്യത്തെ 2 മണിക്കൂർ വരെ അത് തുടരുകയും ചെയ്യും. അതിനുശേഷം കൃത്യമായ ചിത്രം വരുമ്പോൾ അവർ സ്വയം പരാജയം സംബന്ധിച്ച് മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത്. ഇക്കുറി ആരായിരിക്കും പരാജയം സമ്മതിക്കുന്നത്, ആരായിരിക്കും വിജയം ആഘോഷിക്കുന്നത്, കാത്തിരിക്കാൻ നമുക്ക് അടുത്ത 4-ാം തീയതി വരെ. വളരെയധികം നന്ദി സാർ, ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.